അപ്പോൾ ഇതാണ് എടുക്കാൻ പ്ലാന്. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമാണ്. അത് കൺഫേം ചെയ്തു, എൻ്റെ അഡ്മിഷൻ ആയിട്ടില്ല. കമൻറ്റ് കൊടുക്കണം ആളെ എതിരാക്കുന്ന രീതിയിൽ. വീഡിയോയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ തമ്മിത്തല്ല് പോലൊക്കെ നടക്കണം. ഈ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് കോഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയ് മാസം മുതൽ കുറേ പേര് ചോദിക്കുന്നതാണ് എന്താ പഠിക്കുന്നത്, എന്താ കോഴ്സ്, അഡ്മിഷൻ എടുത്തോ എന്നൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം ഞാൻ കോളേജ് എവിടെയാണ് നോക്കുന്നതെന്നും പിന്നെ അതിൻ്റെ അഡ്മിഷനൊക്കെ കുറിച്ച് പറയാം. അപ്പോൾ ഒന്ന്, ഞാൻ കോളേജ് നോക്കുന്നത് ചെന്നൈയിലാണ്. അത് കൺഫേം ചെയ്തു. ഇനി കേരളത്തിൽ നോക്കുന്നില്ല, ചെന്നൈയിൽ തന്നെയാണ് നോക്കുന്നത്. പിന്നെ 2 അഡ്മിഷൻ ആയോ എന്നുള്ളത്, എൻ്റെ അഡ്മിഷൻ ആയിട്ടില്ല. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും CC അതൊക്കെ വന്നു, സ്കൂളിൽ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ ഞാൻ പോയി വാങ്ങിയില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബാംഗ്ലൂർ പോകേണ്ടി വന്നു. ട്രാവലല്ല, ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസായിരുന്നു, വലിയ സീരിയസ് അല്ല. എൻ്റെ അമ്മ അവിടെ സ്റ്റേ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ അച്ഛനും തിരിച്ചു പോകുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയി വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് പിന്നെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അത് പോയി വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ചെന്നൈയിൽ തമിഴ്നാടുവിൽ ഇവരുടെ പ്രൊസീജിയേഴ്സൊക്കെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഭയങ്കര സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഇനിയിപ്പോൾ ഇവിടെ എക്സാം ഉണ്ട്, കോളേജ് എൻട്രൻസ് എക്സാം, ടാൻസെറ്റും ടാനിയൊക്കെ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് ഇനിയിപ്പോൾ ജൂലൈ 1-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരുടെ നല്ല ഫാസ്റ്റായിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് ഇടയിൽ ടൈമിൽ അഡ്മിഷൻസ് ടെമ്പററി ആയിട്ട്, മറ്റ് അഡ്മിഷൻസൊക്കെ ടെമ്പററി ആയിട്ട് ഒന്ന് ക്ലോസ് ചെയ്യും. അവരുടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റീഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. എന്താ വെച്ചാൽ കോളേജിൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ മാർക്ക് ലിസ്റ്റ് വന്ന് വാങ്ങുക പറയുമ്പോൾ കുറേ ടൈം ആവുമോ എന്നുള്ള ഇത് കാരണമുണ്ട്. ഇതിപ്പോൾ ഞായറാഴ്ചയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് നാളെ കേരളത്തിലെത്തും. എന്തായാലും TCയും CC എന്താ വെച്ചാൽ പോയി വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. മാർക്ക് ലിസ്റ്റ് ഞങ്ങൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്യണത്. പറഞ്ഞാൽ 1 മാസത്തോളമൊന്നും അല്ല കേട്ടോ, കുറച്ച് ദിവസത്തേക്ക്, എന്നാൽ കുറച്ച് കൂടുതൽ മീഡിയം കുറച്ച് ദിവസത്തേക്കാണ് അവിടെ സ്റ്റേ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാർക്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ നല്ലത്, ഇല്ലാച്ചാൽ പിന്നെ നമുക്ക് തിരിച്ച് വന്ന് വീണ്ടും പോകേണ്ടി വരും. പക്ഷേ ഇതിന് എന്താ പ്രശ്നം വെച്ചാൽ ട്രാവൽ എക്സ്പെൻസാണ്. പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബാംഗ്ലൂരൊക്കെ പോകേണ്ടി വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചിലവായിട്ടുണ്ട്. പിന്നെ ചെന്നൈയിൽ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവാണ് പുറത്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ വന്നിരുന്നു വെച്ചാൽ അതൊന്നും ഉപകാരമായേനെ, ഒരു സമാധാനമായേനെ. ഇവിടെ വേഗം പോയി സബ്മിറ്റ് ചെയ്യും വേണം ഇപ്പോൾ ചെന്നൈയിൽ. അപ്പം അങ്ങനത്തെയാണ് എൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അഡ്മിഷൻ്റെ കാര്യം നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് കോഴ്സാണ്. അപ്പോൾ ഞാൻ എൻജിനീയറിംഗ് ആണ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എടുക്കണത് എന്നായിരിക്കണേ. അപ്പോൾ എടുക്കണത് എൻജിനീയറിംഗ് ആണ്. ഏത് AI എൻജിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടോ. അപ്പോൾ ഇതാണ് എടുക്കാൻ പ്ലാന്. അപ്പോൾ കൺഫേം ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ എത്ര കാലമാവുന്ന, ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമാണ്. പക്ഷേ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഏത് കാലത്ത് വരാനാണാവോ. എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ എല്ലാം നമ്മുടെ കുറച്ച് സമയം മുമ്പേ ഇവരുടെ ഇറങ്ങിയിട്ടുള്ളൂ, എന്നിട്ട് ഇവരുടെ എല്ലാം കഴിഞ്ഞു. ചിലപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ കാരണം കൊണ്ടായിരിക്കും. എന്തായാലും ലേറ്റ് ആകുന്നതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. ഇപ്പോൾ ചെന്നൈയിലാണ് കോളേജ് നോക്കണേ പറഞ്ഞു, കോഴ്സ് പറഞ്ഞു, പിന്നെ അഡ്മിഷൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു, പിന്നെ കോളേജിൻ്റെ പേര് അത് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ ഞാൻ 12th ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കീപ്പ് ചെയ്യണത്. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ കോളേജിൽ ഫോൺസ് അലൗഡാണ് മിക്ക കോളേജിലും. അപ്പോൾ വീഡിയോ എടുക്കാൻ പെർമിറ്റഡ് ആണെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ്സൊക്കെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി, ചിലപ്പോൾ മനസ്സിലായില്ലായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വായ കൊണ്ട് ഞാനായിട്ട് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലമാണെന്ന് പറയുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയാണ്, അത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല. എല്ലാ ഇൻഫർമേഷനും പറയുമ്പോൾ, എന്ത് ഇൻഫർമേഷൻ പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം. എന്ത് പറയുമ്പോൾ, ഇൻഫർമേഷൻ അല്ല എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം പറയാൻ. പല ആൾക്കാർ കാണുന്നതാണ്, പലരുടെയും ഫീലിങ്സ് ചിലപ്പോൾ ഹേർട്ടായിന്ന് വരും. ചിലപ്പോൾ ഓരോരുത്തർക്കും ഫീലിങ്സ് വൈസും സേഫ്റ്റി മറ്റെല്ലാം വൈസും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം എന്തും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ പറയാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളെ വല്ല എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തന്നെയാണ് കുറ്റം പറയുന്നത്, അവരുടെ പാരൻസിന് തന്നെയാണ് കുറ്റം പറയുക. നമ്മളും തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. വല്ലാതെ ഒരു ലിമിറ്റ് കടന്ന് പറയുമ്പോൾ തന്നെയാണ് പറയുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിലിപ്പോൾ എന്താ ലിമിറ്റ് എന്ന്. എന്തായാലും ഞാൻ എൻ്റെ സേഫ്റ്റിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെന്താ ചോദിച്ചാൽ, ഒന്ന്, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറേ യൂട്യൂബേഴ്സ് കാണാറുണ്ട്, പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള യൂട്യൂബേഴ്സിനെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ലൈഫിൽ നടന്നത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പലതും ഞാൻ കേട്ടിട്ട് ഉണ്ട്, ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം
അതൊക്കെ കണ്ട മുന്നേ കുട്ടി അവരിങ്ങനെ പറയുമ്പോൾ നമ്മളതൊന്ന് പഠിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇനി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പും ചെയ്യുമ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മളതൊന്നും അറിയാതെ അവരെന്തെങ്കിലും ഇതാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വല്ല കാര്യം ഉണ്ടാകും, അത് മനസ്സിലാക്കുക. അതും തന്നെ നിങ്ങളുടെ അടുത്താണെങ്കിലും ആരെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് പറയാൻ താല്പര്യമില്ല. നിങ്ങളും തന്നെ സേഫായിട്ട് ഇരിക്കുക. എല്ലാം നമ്മൾ എല്ലായിടത്തുനിന്നും പറയരുത്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരടുത്ത് മാത്രം. പിന്നെ നിങ്ങൾക്ക് പറയാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഇല്ലാതെ നിങ്ങളും തന്നെ സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നില്ല, പക്ഷേ അത് കമൻസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാവുന്ന വിധമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നതാണ്. ഇതിപ്പോൾ ഏതാ കോഴ്സ് എടുക്കണമെന്ന് പലരും കുറേ പേരെൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അതിപ്പോൾ ഞാൻ അന്ന് Q&A വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നെക്സ്റ്റ് ഞാൻ കോഴ്സ് സെലക്ട് ചെയ്താൽ ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ ഇടുമെന്ന്. അന്ന് ഞാൻ Q&A വീഡിയോയിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തി. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ കോഴ്സിൻ്റെ കാര്യം പറയുന്നില്ല എന്ന് തന്നെ പറയാൻ കാരണം, ഞാൻ ആദ്യം കോഴ്സ് സെലക്ട് ചെയ്ത് റെഡി ആവണം. അതുകൂടാതെ ഇനിയിപ്പോൾ ഞാൻ കോഴ്സൊന്നും സെലക്ട് ചെയ്യാതെ ഞാൻ വിചാരിക്കുന്നത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ ആൾക്കാർ വന്ന് ചോദിക്കും, അന്ന് കള്ളം പറഞ്ഞൂല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്. കൂടാതെ ചെന്നൈയിലാണ് പഠിക്കണതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഇടുക? നിങ്ങൾക്ക് ആ ടൈമിൽ അറിയാം, കുറച്ച് കാലം ഞാൻ മെയ് മാസത്തിൻ്റെ ഇത്ര ദിവസം വരെ ഞാൻ ഒരു വീഡിയോ ഷോർട്ട് ഒന്നും ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ എനിക്കും ഓരോ തിരക്കുണ്ട്, പിന്നെ വന്നതിനെ ഞാൻ സെറ്റ് ആവണ്ടേ. ഞാൻ എൻ്റെ ലൈഫിലത്തെ അപ്ഡേറ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും പറയാമെന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 12th ഇപ്പോൾ ആദ്യം സ്കൂൾ തുറന്നു, അപ്പോൾ സ്റ്റഡി വ്ളോഗ്, പിന്നെ ഓണം എക്സാം വന്നു അതിൻ്റെ സ്റ്റഡി വ്ളോഗ്, ക്രിസ്മസ് അതിൻ്റെ സ്റ്റഡി വ്ളോഗ്, അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം പറ്റുന്ന എക്സാമിൻ്റെ ഒക്കെ റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് വെക്കേഷൻ വ്ളോഗ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട്, മോഡൽ എക്സാമിൻ്റെ പഠിത്തം, ലാബ് എക്സാമിൻ്റെ പഠിത്തം, അതിൻ്റെ റിവ്യൂ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 12th ബോർഡ് എക്സാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ, അതിൻ്റെ മാർക്ക് വന്നപ്പോൾ അതിൻ്റെ വ്ളോഗ്, അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇടുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഇടാതിരിക്കാൻ കാരണം ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്. എത്രയോ പേര് എൻ്റെ അടുത്ത് കമൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ആരും എൻ്റെ അടുത്ത് പിന്നാലെ ഇങ്ങനെ ടോണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പറ പറഞ്ഞിട്ടുള്ളതിൽ നടന്നിട്ടില്ല. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമൻസ് പോയി അവരെ എതിരെയാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പേഴ്സണിന് മാത്രം എന്താണെന്നറിയില്ല. സെലക്ട് ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്ന അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും ഏതാ കോഴ്സ് എടുക്കണം. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഇപ്പോൾ ഇതാ വീഡിയോ വന്നു. പക്ഷേ അതിൽ ഒരാളും ഇതാ ബാംഗ്ലൂരിൻ്റെ ഷോർട്സിലാണ് ഞാൻ പോയപ്പോൾ എടുത്ത ഒരു ട്രാവൽ വ്ളോഗ്, അതിലാണ് സ്റ്റാർട്ടായത്. +2 കഴിഞ്ഞ് എന്താ ചെയ്യണമെന്ന് എന്താ പറയാത്ത, പിന്നെ എന്തിനാണ് ബിൽഡപ്പ് കൊടുക്കണമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ബാംഗ്ലൂർ പോയത് കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന്. ഞാൻ എൻ്റെ Q&A വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിലും കേരളയിലും ഇതാണ് നോക്കണതെന്ന്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ സെറ്റായി കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തു. അതിന് ശേഷം ആൾ വിടുന്നുണ്ടോ ഇല്ല, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മാത്സാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് പഠിക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ മറ്റുള്ളവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്നിട്ട് ഈ ഒരു വ്യക്തി കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അത് പറയാൻ പോകുന്നില്ല, ചിലപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാൻ ആവും. അപ്പോൾ ഇയാൾക്ക് അറിയാം, യു നോ ദറ്റ് ഐ എം ഡൂയിങ് എ സെപ്പറേറ്റ് വീഡിയോ ഫോർ ദാറ്റ്. പിന്നെ എന്തിനാണ് ഫോഴ്സ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതേ കമൻറ്റിൻ്റെ കീഴിൽ തന്നെ വേറെ ആരും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ല പറഞ്ഞു. അതിൻ്റെ താഴെ ഇതേ ആൾ വന്നിട്ട് വീണ്ടും ജസ്റ്റ് ഫീൽസ് ലൈക്ക് എ സിമ്പിൾ ഐ എം എയിമിങ് ഫോർ would have cleared everyone's doubt. I am doing this video to clear everyone's doubt. ഓക്കെ, ഞാൻ കമൻറ്റിൽ പറഞ്ഞപ്പോൾ എത്ര പേരത് വായിക്കും? അതുകൊണ്ടല്ല ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ Q&A തന്നെ കുറേ കാലം ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്താ വെച്ചാൽ എല്ലാവർക്കും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും കണ്ടോളണം എന്നില്ല. അതിലും തന്നെ ഇപ്പോഴും മിസ്സായവരുണ്ട്, അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല എന്ന് അവർ അതിൽ കമൻസ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമൻസ് എത്ര പേര് കാണും, എത്ര പേര് ഇപ്പോൾ ഈ വീഡിയോ തന്നെ എത്ര പേര് കണ്ടോളണം, എത്ര പേര് കാണും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കാര്യം അവിടെ കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഇതേ ആൾ തന്നെ പ്രൈവസി ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് ടേണിങ് എവറി സ്മോൾ തിങ് ഇൻ ടു മിസ്റ്ററി ഈസ് ഇൻ ദ കണ്ടന്റ് ഫോർ മീ. ഓൾ ദ ബെസ്റ്റ്, ബൈ. ഓക്കെ, സോ ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ദെൻ ലീവ്, നോ വൺ ഈസ് ഫോഴ്സിങ് യു ഹിയർ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ പറയില്ല, ഞാൻ കോഴ്സ് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇയാൾ പറയണേ. ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ കമൻസിലപ്പോൾ നിങ്ങൾ എന്തായാലും കുറേ പേര് മിക്ക പേർക്കും ഇതിൽ അറ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കമൻറ്റ് ഇട്ട് എത്ര പേര് അത് കാണും? വീണ്ടും ഞാൻ അത് കമൻറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അതെന്താ മനസ്സിലാക്കാത്തത് എനിക്ക് അറിയില്ല. പിന്നെ ഞാനെന്തോ പറയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ പറയണത്. പിന്നെ
മറ്റുള്ളവരുടെ ലൈഫിൽ എന്തിനാണ് ഇപ്പോൾ ഇത്രയും പ്രാന്തെടുത്തിട്ട് ഇത് ഇവിടെ നിന്നിട്ടില്ല, ഇനിയും പോകുന്നുണ്ട്. ആ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തത് ഇന്നലെ ആയിരുന്നു, ശനിയാഴ്ച. ആ വ്ളോഗിന് താഴെയും ബൈ പറഞ്ഞു പോയ ആൾ വേറെ ആരുടെയോ കമൻറ്റ് താഴെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ ആ കമൻറ്റ് ഇട്ട ആൾ കോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ വീണ്ടും കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോയിൽ വീണ്ടും വേറെ ഏതോ അക്കൗണ്ടായിരുന്നു, ഞാൻ കോഴ്സ് പറയാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞ ഞാൻ കോഴ്സ് പറയാത്തതുകൊണ്ട് എനിക്ക് ഇയാളുടെ വീഡിയോസ് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇയാൾ അതിന് കൂടെ സപ്പോർട്ടായിട്ട്, പിന്നെ എനിക്ക് തോന്നിയതാണോ അതോ എൻ്റെ മിസ്റ്റേക്കാണോ എന്ന് അറിയില്ല, ഇതേ ആൾ തന്നെ ഇനിയൊരു അക്കൗണ്ട് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി, എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഇവരുടെ 2 പേരുടെയും കമൻറ്റ് പാറ്റേൺ, ഈ 2 പേരാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരുടെ 2 പേരുടെയും കമൻറ്റ് പാറ്റേണും ടൈമിങ്ങും എല്ലാം സെയിം ആണ്. ഇയാൾ പോകുന്ന സ്ഥലത്തെല്ലാം ആ കമൻറ്റും അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും, അതാണ്. പിന്നെ ഇയാളും തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്ത് ഓരോ കമൻറ്റും വായിച്ച് അതിൻ്റെ കമൻറ്റ് കൊടുക്കുകയാണ് ആളെ എതിരാക്കുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരാൾ പറയും അയാൾ എന്തിനാണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരാൾക്ക് ശരിക്കും ഒരു കാര്യം പറയാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചോട്ടെ, അപ്പോൾ അയാളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതാക്കാനാണോ പ്ലാന്? പറഞ്ഞു ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു, വീഡിയോ ഇടാൻ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റത്തെ കമൻറ്റിൽ വരെ ഞാനൊരു ഈ വീക്കിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്നിട്ടാണ് ഇയാൾക്ക് ഇത്ര പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം ഇരിക്കലാണോ ഇയാളുടെ പണി? എന്തായാലും ഈ ഒരു കുഞ്ഞു കാര്യം ഇത്രയും ഇതാക്കിയ ഒരു ആളിനെയാണ് പ്രശ്നം. പറഞ്ഞാൽ മറ്റുള്ളവരുടെ കമൻസിൽ പോയിട്ട്, ഇയാൾ നേരിട്ട് കമൻറ്റ് ഇടില്ല, മറ്റുള്ളവരുടെ കമൻസിൽ പോയിട്ട് അവരെ ഇതാക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തെല്ലാവുന്ന വിധമായിട്ടുണ്ട്. മറ്റുള്ളവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് എന്ത് പോസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത്, ഇൻ്റർനെറ്റാണ്, സോഷ്യൽ മീഡിയ ആണ്, അത് അവരുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. അതിനൊക്കെ എതിരായിട്ട് ഇയാൾ കമൻസ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് കമൻസ് ഇട്ടുണ്ടാവും, അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവരെൻ്റെ പിന്നാലെ ഇയാളുടെ പോലെ കടന്ന് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, ഫോഴ്സ് ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മൾ മാനേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇവരൊക്കെ ചോദിച്ചിൻ്റെ അടുത്ത് കോഴ്സ്, എത്രയോ പേരുടെ അടുത്ത് കോഴ്സ് ചോദിച്ചു, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോ ഇടാം, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പക്ഷേ ഈ ഒരു പേഴ്സൺ പിന്നാലെ നടന്ന് ഇതാക്കുക. അപ്പോൾ ഒരാൾക്കിപ്പോൾ ശരിക്കും പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് മാൻ. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇത്രയും കടന്ന് കമൻറ്റിൽ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ തമ്മിത്തല്ല് പോലൊക്കെ നടക്കണത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ബൈ.